അപ്പോൾ നമ്മൾ കൊല്ലം TVS ഷോറൂമിൽ നിന്ന് വണ്ടി എടുത്തുകൊണ്ട് വന്നിട്ട് നേരെ ആശ്രമം മൈതാനത്തിനടുത്ത് നമ്മുടെ ശാസ്ത്രി ജംഗ്ഷൻ ഉണ്ട്. ശാസ്ത്രി ജംഗ്ഷനിൽ നമ്മൾ ടയർ കെയർ എന്ന് പറയുന്ന ഒരു ടയർ വർക്ക്ഷോപ്പ് ഉണ്ട്. അപ്പോൾ അവിടെ വന്നിട്ട് നമ്മുടെ വണ്ടിയുടെ ടയർ ഊരിയിട്ട് പൗഡർ ഇട്ട് നിറച്ച് തിരിച്ച് റീസെറ്റ് ചെയ്യുകയാണ്. അപ്പോൾ അതിന് വേണ്ടിയിട്ടാണ് വന്നത്. അപ്പോൾ നമ്മളെ കൂടെയുള്ള വിൻസെൻ്റ് അണ്ണയാണ്. വിൻസെൻ്റ് അണ്ണ അവിടെ വന്നിട്ട് പരിചയപ്പെട്ട് കണ്ട് സംസാരിച്ച് പരിചയപ്പെട്ടതാണ്. പുള്ളിക്കാരൻ ഈ വർക്ക്ഷോപ്പിലെ സ്റ്റാഫാണ്. അണ്ണാ അപ്പോൾ നമ്മളിപ്പോൾ ഇവിടെ കടപ്പാക്കടയ്ക്കടുത്തുള്ള ശാസ്ത്രി ജംഗ്ഷനാണ്. ജ്യോതി കോളേജിന് മുമ്പ്. ജ്യോതി കോളേജ് ഓപ്പോസിറ്റ്. അപ്പോൾ അണ്ണൻ്റെ പേര് വിൻസെൻ്റ് എന്നല്ലേ? വിൻസെൻ്റ്. അപ്പോൾ എത്ര ആളാണ് ഇവിടെ പണി തുടങ്ങിയിട്ട്? ഞാൻ ഇവിടെ വന്നിട്ട് 10-30 കൊല്ലം കഴിഞ്ഞു. നാട് ഇവിടെ തന്നെ കൊല്ലല്ലേ? എങ്ങനെയുണ്ട്? വർക്കൊക്കെ ഉണ്ടാ? വർക്കെല്ലാം ഉണ്ട്. ഇവിടെ വന്നിട്ട് എങ്ങോട്ടും പോയിട്ടില്ല, ഇവിടെ തന്നെ ഇന്ന്. അപ്പൊ അണ്ണൻ സ്വന്തം കടയാണോ അതോ? അല്ല, കൂലിക്ക്. ഇപ്പൊ മോനാളി വരും. ഓക്കെ. അപ്പൊ അണ്ണ ഇനി നമുക്ക് ഈ സംഭവം ടയർ ഇപ്പൊ എന്റെ പുതിയ വണ്ടിയാണ്, ഞാൻ ആദ്യമൊക്കെ ആയിട്ടാണ് ഈ പരിപാടികളൊക്കെ ചെയ്യുന്നത്. അണ്ണ ഇതിന് എന്തെങ്കിലുമൊക്കെ എക്സ്പീരിയൻസ് ഉള്ള കാര്യങ്ങൾ പറഞ്ഞു തരണം. എന്തൊക്കെയാണ് നമ്മൾ ശ്രദ്ധിക്കേണ്ട ടയറിന്റെ ലൈഫിന് വേണ്ടിയിട്ട്? ടയറിന്റെ ലൈഫ് എന്ന് പറഞ്ഞാൽ ഇനി ഒരു 5000 കിലോമീറ്റർ അങ്ങോട്ടും ഇങ്ങോട്ടും മാറ്റിയിടണം. അതായത് ഈ സൈഡിലുള്ള ടയർ സൈഡിലോട്ടാക്കണം. ഇത്രേ ഉള്ളൂ. അപ്പൊ പവർ ഇനി എന്ന് അടിക്കണം? ഈ ഒരു 10-15 ആയിട്ട് അടിച്ചാൽ മതി. 15,000 കിലോമീറ്റർ ഓടുമ്പോ ഓപ്പോസിറ്റ് ത്രെഡ് ചെയ്യണം. ഓപ്പോസിറ്റ് ഇടണം കറക്റ്റ് ആയിട്ട്. ഈ ഗണ്ണുള്ളതുകൊണ്ട് എത്തി എളുപ്പമാണ്. ചവിട്ടി ഇളക്കണ്ട. ഇതിന്റെ കറക്റ്റ് പേരെന്താണ് ഇതിന്റെ ഗണ്ണിന്റെ? എയർ ഗണ്ണാണ് ശരിക്കും. എയർ ഉപയോഗിച്ചിട്ട് നെട്ടും ബോൾട്ടും ടൈറ്റ് ചെയ്യുന്നത്. അപ്പോൾ ഏകദേശം ഫ്രണ്ട് കഴിഞ്ഞു. ആ സൈഡിലത്തത് നിറച്ചുകൊണ്ടിരിക്കണം. അപ്പൊ ഇതിന്റെ അണ്ണാ ടയർ എത്ര പ്രഷർ ചെയ്യുന്നത്? ഫ്രണ്ട് 140. ഫ്രണ്ട് 140. ബാക്കൊക്കെ 150. 140. അപ്പോൾ നമ്മുടെ 2 ടയറിന്റെ ഏകദേശം നിറച്ച് തിരിച്ചിട്ടിട്ടുണ്ട്. ഇനി നമുക്കുള്ളത് ലിഫ്റ്റ് ആക്സില്, ഫ്രണ്ട് മൾട്ടി, ബാക്ക് ആക്സിൽ എണ്ണണം. അപ്പോൾ നമ്മൾ രാവിലെ പൗഡർ മേടിച്ചു കേട്ടോ. 2 പൗഡർ മേടിച്ചു. 300 ഗ്രാമിൻ്റെ 2 പൗഡർ മേടിച്ചു. ഇത് വേറെ വരും അറിയത്തില്ല, ഏകദേശം ഇത് മതിയാവുമെന്ന് പറയുന്നു. അപ്പോൾ നമ്മുടെ ഈ ടയർ നിറയ്ക്കുന്നതിന് ഏകദേശം 250 രൂപയാണ് ഒരു ടയർ ഊരി പൗഡർ ഇട്ട് തിരിച്ച് നിറയ്ക്കുന്നതിന് അണ്ണൻ റേറ്റായിട്ട് പറഞ്ഞത്. അപ്പോൾ ഈ 14 ടയർ ആകുമ്പോൾ 10 രൂപ 2500, ടയറും കൂടെ എത്തുമ്പോൾ 1500 രൂപ. പിന്നെ നമ്മൾ ആഡ് ഫ്ലൂ ഫുള്ളാക്കിയിട്ടുണ്ട്. വണ്ടി ട്രിപ്പ് തുടങ്ങുന്നതിന് മുമ്പ് ആഡ് ഫ്ലൂ ഫുള്ളാക്കിയിട്ടുണ്ട്. ആഡ് ഫ്ലൂ എന്ന് പറയുന്നത് കമ്പനിയുടെ പേരാണ്, നമ്മൾ നോർമലായിട്ട് പറയുന്നത്. ശരിക്കും ഇതിൻ്റെ ഡീസൽ എക്സോസ്റ്റ് ഫ്ലൂയിഡ് അങ്ങനെയാണ് പറയുന്നത്. DEF എന്നാണ് പറയുന്നത്. ഡഫ് എന്ന് പറയുന്നത്. ഇവിടെ ഒരുപാട് കട ഇതാണ് വർക്ക്ഷോപ്പ് ഉണ്ടോ? ഇവിടെ പണ്ട് ഞാൻ ഇവിടെ വന്നപ്പോ 3-4 ആട്ടൊക്കെ ഉണ്ട്. ലോറി ഇവിടെ അടുത്ത കടയൊന്നുമില്ല. ഇവിടെ കഴിഞ്ഞ കുണ്ടറേ ഉള്ളു കട. കുണ്ടറേ ഉള്ളു. പിന്നെ ഇവിടെ കഴിഞ്ഞ അങ്ങ് ബീച്ച് ആണ്ടാമുക്കം ഉണ്ട്. എനിക്കിവിടെ കറക്റ്റ് ആയിട്ട് അറിയത്തില്ല. എന്റെ സ്ഥലം ട്രിവാൻഡ്രം ആറ്റിങ്ങിലാണ്. അപ്പൊ ഞാൻ ഇവിടെ കൊല്ലം ഷോറൂം TVS വണ്ടി എടുത്തിറങ്ങിയപ്പോഴത്തേക്ക് നമ്മുടെ കൂട്ടുകാരുടെ അടുത്ത് ചോദിച്ചു. ഇവിടെ നമ്മുടെ ടെക്നീഷ്യൻ ആയിട്ടിരിക്കുന്ന വിഷ്ണുവിന്റെ അടുത്ത് ചോദിച്ചു. വിഷ്ണു പറഞ്ഞ് നമുക്ക് ഈ ഒരു ഭാഗത്ത് ആശ്രമ ഭാഗത്ത് ഇങ്ങോട്ട് വരുമ്പോഴത്തേക്ക് ഇവിടെ ഒരു കടയുണ്ടെന്ന്. അങ്ങനെയാണ് ഇങ്ങോട്ട് വന്നത്. പിന്നെ ഞാൻ എല്ലാവരും ലോറിക്കാർക്കെല്ലാം അറിയാം, എന്നെ അറിയാം. നേരത്തെ വന്നോട്ടുള്ള എല്ലാവരും അറിയാം. ഓക്കെ. അപ്പൊ ഇനി നമുക്ക് ഈ പരിപാടി കഴിഞ്ഞാൽ വേറെ ഗ്രീസ് അടിക്കുന്ന അവിടെ ഉണ്ട്. ഗ്രീസ് അടിക്കുന്ന ബീച്ചിലേ ഉള്ളു. ബീച്ചിലൊന്നും വലിയൊരു അടിയൊന്നുമല്ല. അങ്ങോട്ട് പോകുന്ന വഴിക്ക് അടിച്ചോണ്ട് പോകുന്നതാണ് നല്ലതല്ലേ. ഇപ്പൊ ഗ്രീസ് അടിക്കേണ്ട കാര്യമില്ലല്ലോ. അല്ല, എന്നാലും ഒന്ന് അടിച്ച് തുടങ്ങാൻ. ലോഡ് എടുക്കുന്നതിന് മുമ്പ് ഇപ്പൊ ഏകദേശം 4000 കിലോമീറ്റർ ഓടി. 4500 കിലോമീറ്റർ ഓടി. വണ്ടി നമുക്ക് ഷോറൂമിൽ എത്തുമ്പോൾ തന്നെ ഏകദേശം 3000 കിലോമീറ്ററോളം ആയി. നമ്മൾ 1000 കിലോമീറ്റർ തമിഴ്നാട് കൊണ്ട് ബോഡിയൊക്കെ അടിച്ച് വന്ന്. അപ്പോൾ ഒന്ന് ചെറുതായിട്ട് തുടങ്ങിയില്ല. ഓട്ടം തുടങ്ങിയില്ല. ഇന്നിപ്പോ ഇത് കഴിഞ്ഞിട്ട് വേണം ലോഡ് എടുക്കാൻ. നമുക്ക് മറ്റേ സ്റ്റെപ്പിനിയും കൂടെ ഒന്ന് ചെയ്ത് തരണേ. സാധനങ്ങളെല്ലാം ഉണ്ടോ? സ്റ്റെപ്പിനിയുടെ ഉണ്ട്. സമയം ഉണ്ടെങ്കിൽ നമുക്ക് 5 മണിക്ക് മുമ്പാണ് 6 മണിക്ക് മുമ്പാണ് നമുക്ക് ചെയ്യാം. കുഴപ്പമില്ല. ഇതിപ്പോ മോരാളികൾ ഉണ്ടായിരുന്നപ്പോ തീർന്നല്ലോ. പുള്ളിക്കാരനെ കൂടെ സഹായിക്കുമല്ലേ? അങ്ങനെ സഹായിക്കും. ഇപ്പൊ ഇത് തീർന്നോണ്ട് ഇത് ഇളക്കിയിട്ട് ചോറുണ്ടാവും. നിങ്ങൾക്കും അപ്പുറത്തും നമുക്കൊന്നും പോയി കഴിച്ചിട്ടാ ഞാൻ കൊണ്ടുവരും. അപ്പൊ ഇവിടെ എങ്ങനെയാ അടുത്ത് നല്ല ഹോട്ടലില്ല, ഒരു പെട്ടിക്കടയാണ്. പെട്ടിക്കട. അവിടെ പോയി ബിരിയാണി അല്ല, ഇവിടെ ഊണുണ്ട് അപ്പുറത്ത്. ഓക്കെ, അല്ല ബിരിയാണി കഴിക്കാം.
അത് ആപ്പ് മേടിച്ച് കഴിക്കുന്നതല്ല. അത് ആപ്പ് പിള്ളേരും കുഴപ്പമില്ല. നിങ്ങളെ നോക്ക്, നിങ്ങളെ ചെറുപ്പക്കാരല്ലേ കഴിക്കും. അങ്ങോട്ട് ഇടത്തോട്ട് പോയിട്ട് ഒരു ബോർഡ് ഉണ്ട് അവിടെ ഉണ്ടല്ലേ. അപ്പൊ നമ്മൾ ഇനി വേറെ എന്താ പരിപാടി എന്ന് വെച്ചാൽ പാ മേടിച്ചിട്ടുണ്ട്. പാ എന്ന് പറയുന്നത് നമ്മള് കോട്ടൺ പായാണ് ആദ്യം മേടിച്ചിട്ടുള്ളത്. 46-32 സൈസിന് ഡബിൾ സൈഡ് വാക്സ് ഉള്ള കോട്ടൺ പാ മേടിച്ചിട്ടുണ്ടായിരുന്നു. ഏകദേശം 27,000 രൂപയോളമായി. ഏകദേശം ഞാൻ കറക്റ്റായിട്ട് ഓർമ്മിക്കുന്നില്ല. ഏകദേശം 27,000 രൂപയോളമായി അതിന്. പിന്നെ മേടിച്ചത് നമ്മുടെ നൈലോൺ പായാണ്. അത് 42-24 സൈസുള്ളത്. ഏകദേശം 22,000 രൂപ അടുപ്പിച്ചായി ഏകദേശം. അത് മേടിച്ചതെന്ന് പറഞ്ഞാൽ നമ്മുടെ നെയ്യാറ്റിൻകരയിൽ നിന്നാണ് മേടിച്ചത്. അല്ലാതെ കോട്ടൺ പാ മേടിച്ചത് നമുക്ക് നാമക്കലിൽ നിന്നാണ് മേടിച്ചത്. പിന്നെ മേടിച്ചത് കയറ് മേടിച്ചു. കയറ് 14 mm മേടിച്ചത്. നൈലോൺ കയറാണ് മേടിച്ചത്. പുള്ളി നൈലോൺ എന്നാണ് പറഞ്ഞത്, കൂടിയ റോപ്പ് എന്നാണ് പറഞ്ഞത്. ഏകദേശം 10,000 രൂപയായി. 14 mm 45 കിലോ മേടിച്ചു. 220 രൂപ വെച്ചാണ് മേടിച്ചത്. 200 രൂപയ്ക്ക് ഉണ്ടായിരുന്നു. ഇച്ചിരി നമ്മുടെ കാപ്പിപ്പൊടി കളറാണ്, ബ്രൗൺ കളറിലുള്ളതാണ്. അതാണ് ഇപ്പോൾ എല്ലാവരും മേടിക്കുന്നതെന്ന് പറഞ്ഞു. ഇത് കുറച്ചുകൂടെ കൊള്ളാൻ നല്ല കയറാണ്, കൈ വേദന എടുക്കൂല എന്നൊക്കെ പറഞ്ഞു. അങ്ങനെ മേടിച്ചതാണ്. 60 രൂപയാണ് മേടിച്ചത്. അപ്പോൾ ആ പരിപാടികളും കഴിഞ്ഞ് ഇനി ലോഡ് എടുത്താൽ മാത്രം മതി. ഇന്നത്തെ ദിവസം കൊണ്ട് ഈ പരിപാടി എല്ലാം കഴിഞ്ഞ് നമുക്ക് നാളെ ലോഡ് എടുക്കാമെന്നാണ് പ്രതീക്ഷിക്കുന്നത്. എന്തായാലും നോക്കാം. അപ്പോൾ നമ്മുടെ വണ്ടി ഇവിടെ ശാസ്ത്രി ജംഗ്ഷനിൽ കിടക്കുകയാണ്. തൊട്ടടുത്തായിട്ട് നമുക്ക് ഭാരത് പെട്രോളിയത്തിൻ്റെ ഒരു പമ്പ് ഉണ്ട്. അതിൻ്റെ അടുത്തായിട്ട് നമുക്ക് ഇവിടെ ഒരു കല്യാണ ദം ബിരിയാണി ഉണ്ട്. നമ്മളിന്ന് കല്യാണ ദം ബിരിയാണി കഴിക്കാൻ പോകുന്നത്. നല്ല മണം ഉണ്ടല്ലേ? അത് നല്ല ഇരുന്ന് കഴിക്കാനുള്ള സൗകര്യം നോക്കണം കേട്ടോ. പക്ഷെ നല്ല ഉണ്ടല്ലേ, ഒരുപാട് ആളുണ്ട് കേട്ടോ. ഭയങ്കര തിരക്ക്. എങ്ങനെയുണ്ട്? അപ്പൊ അടിപൊളി. രണ്ടെണ്ണം കഴിയേ. ഓക്കെ കമോ. അല്ലേ പെട്രോളിലാണോ കൈ എഴുതുന്നത്? തൊട്ടടുത്ത പെട്രോൾ പമ്പ് ഉണ്ട്. അതിന്റെ സാധനങ്ങളൊക്കെ ആയിരിക്കുന്നു. അങ്ങനെ വാഷ് ചെയ്തിട്ട് കൈ എഴുതോ? വാഷ് ചെയ്തിട്ട് കഴിക്കാം. വാഷ് ചെയ്തിട്ട് കൈ എഴുതുക എന്നല്ലേ. നീ മണ്ടനാ. ഭയങ്കര തിരക്കുണ്ട് കേട്ടോ. അപ്പൊ അടിപൊളി ബിരിയാണി ആയിരിക്കും. ബീഫ് 150. ചിക്കനാ? നിനക്ക് ചിക്കനും ഉണ്ടോ? ഓ ഇതുണ്ട്. ഭയങ്കര തിരക്കാണല്ലോ. ആറ്റിൽ നിന്ന് നമുക്ക് ചിക്കൻ വന്നു. ചിക്കൻ എനിക്ക് വാവ്. അച്ചാർ കുറച്ച് എടുത്തോളെ. രണ്ടാമത് ചോദിച്ചാ മതി. ഓക്കെ മതി. നമുക്ക് അവിടെ നിന്ന് ചേട്ടൻ പറഞ്ഞു വിട്ടതാ ഇവിടെ അടിപൊളി ബിരിയാണി ഉണ്ടെന്ന്. നമ്മളൊക്കെ വണ്ടി ഫീൽഡ് ഇറങ്ങിയപ്പോ നിങ്ങളൊന്നും ഇല്ല. അത് ശരി. മതി. താങ്ക് യു. താങ്ക് യു. അടിപൊളിയായിട്ടുണ്ട്. അറിയാം. ഓക്കെ അടിപൊളി ബിരിയാണി. ബീഫുണ്ട്, ചിക്കൻ ബിരിയാണി ഉണ്ട്. ആയുസ് എത്ര എണ്ണം ഇല്ലാന്ന് പറയുന്നത്? ചിക്കൻ ലെഗ് പീസ് ഫ്രൈ ബിരിയാണി അടിപൊളി. എങ്ങനെയുണ്ട്? റൈസ് കൂടുതലുണ്ടല്ലേ? കഴിച്ചു തീരും. അപ്പൊ നമ്മള് ഫുഡ് കഴിക്കാനായിട്ട് വന്നപ്പോ പെട്ടെന്ന് എന്താ പറയാ, അപ്രതീക്ഷിതമായി കണ്ട് സംസാരിച്ച് പരിചയപ്പെട്ട സുഹൃത്തുക്കളാണ്. നമ്മുടെ കട എവിടെയായിട്ട്? നമ്മുടെ കടപ്പക്കട ബാലുവിന്റെ ഫ്രണ്ടിലായിട്ട് കറക്റ്റായിട്ട് ഇവിടെ ജ്യോതിയുടെ നേരെ ഓപ്പോസിറ്റ്. ജ്യോതിക്കുള്ള നേരെ ജ്യോതിയുടെ വിമൻസ് ഹോംസിന് നേരെ ഓപ്പോസിറ്റാണ് നമ്മുടെ കട. എന്തൊക്കെയുണ്ട് ഇവിടെ? നമ്മൾ ചിക്കൻ ബീഫ് 2 പീസ്, മസാല പീസ് 2 പീസും, ഫ്രൈ പീസ്. ഇത് കഴിക്കണേ അൺലിമിറ്റഡ് ചോറ്. അല്ല ഇവിടെ പാർസൽ എടുക്കാൻ 2-3 ഊർക്ക് കഴിക്കും. അതാണ് നമ്മൾ. അതാണ് അൺലിമിറ്റഡ് റൈസ് ആണ് കേട്ടോ. നമുക്ക് വീണ്ടും വേണമെന്ന് ചോദിച്ചിട്ടേക്കും. പിന്നെ കൊടുക്കും. വയർ കുറച്ച് കൊടുക്കുക. എല്ലാവരും പേരൊക്കെ ഒന്ന് പറഞ്ഞു. എന്റെ പേര് ഷാനവാസ്, നൈസാം, സുൽബി, മായിൻ, ദിർഷാദ്, ഷഫീഖ്. ചേട്ടൻ ലോറിയൊക്കെ ബസ്സൊക്കെ ഉണ്ടെന്ന് പറഞ്ഞ. അപ്പൊ എന്താ വിലയും കാര്യങ്ങളും കൂടെ? വില ചിക്കൻ 150, ബീഫ് 150. ബീഫിനകത്തും 2 പീസും ചിക്കൻ ഫ്രൈ. ബീഫിനകത്തുണ്ട് ഫ്രൈ, ചിക്കനകത്തുണ്ട് ഫ്രൈ. അപ്പൊ ഈ ലൊക്കേഷനിലായിട്ട് വയറ് നിറച്ച് ആഹാരം കഴിക്കാനായിട്ട് പറ്റിയ സ്പോട്ടാണ്. നമ്മളൊന്ന് കണ്ട് ജസ്റ്റ് പരിചയപ്പെട്ട് ഒന്ന് അറിയിക്കുന്നേ ഉള്ളൂ. ഓക്കെ, എന്തായാലും കണ്ടത് സന്തോഷം. നമ്മുടെ വണ്ടി അവിടെ കിടപ്പുണ്ട്. അപ്പൊ അവിടെ വണ്ടി അടുത്ത് ടയറ് പവർ ഇട്ട് നടക്കുന്നതിന്റെ ഇടയ്ക്ക് ഒന്ന് ഫുഡ് കഴിക്കാൻ. കണ്ടത് സന്തോഷം. കാണാം.
അപ്പോൾ ഭക്ഷണം കഴിച്ച് തിരിച്ചെത്തിയപ്പോഴത്തേക്ക് നമ്മുടെ രണ്ടാമത്തെ ആക്സിലിൻ്റെ ടയർ 2 എണ്ണം ഊരി എടുത്തിട്ടുണ്ട് നമ്മുടെ വിൽസൺ അണ്ണൻ. അപ്പോൾ ഒന്നാമത്തെ ടയർ ഒരു ആക്സിൽ ഫുള്ള് 2 ടയറും അഴിച്ച് പൗഡറിട്ട് വേറെ നിറച്ച് തിരിച്ചിട്ടിട്ടുണ്ട്. രണ്ടാമത്തെ നമ്മളെ മൾട്ടിയാണ്. മൾട്ടിയിൽ നമ്മുടെ 2 ടയർ ഊരി എടുത്തിട്ടുണ്ട്. ഇനിയുള്ളത് ലിഫ്റ്റും ബാക്കി 2 ആക്സിലുമാണ്. അതിനൊക്കെ കഴിഞ്ഞാൽ നമുക്ക് സ്റ്റെപ്പിനിയും ഉണ്ട്. അപ്പോൾ മൊത്തം 15 ടയറാണ് നമ്മൾ നിറയ്ക്കാൻ പോകുന്നത്. എന്തല്ലയാ നോക്കുന്നത്? എന്തായാലും സാധനം എന്തൊക്കെയാണെന്ന് നോക്കണ സംഭവങ്ങൾ. ഓക്കെ, തുരുമ്പെടുത്താളിയാ അതിന് മുമ്പ് തുരുമ്പെടുത്തു. അത് പ്രശ്നമില്ല, അത് പ്രശ്നമില്ല തമ്പി, അത് പറവാല തമ്പി. പിന്നെ നമ്മുടെ ആ സൈഡിൽ അത് ചെറിയൊരു ക്രാക്ക് കണക്ക് ചെറിയൊരു പെയിന്റ് ഇളവിയാണെന്ന് തോന്നുന്നില്ലേ? വിഷയമൊന്നും തോന്നുന്നു. ഇതാണെങ്കിൽ ഇവിടെ ഒരു ചെറിയൊരു അടയാളം മറ്റേ നമ്മുടെ ഫ്രണ്ടിൽ കണ്ടായിരുന്നു. വേറെ പരിപാടിയൊന്നുമില്ല. നമുക്കിനി ടയർ ഫുള്ളായിട്ട് നിറയ്ക്കുമ്പോഴത്തേക്ക് ഏകദേശം വൈകുന്നേരം ആവുക. 6 മണിയാവും. 6 മണിയാവും. 6 മണിയൊക്കെ ആയാൽ നമുക്ക് വണ്ടി ഒതുക്കിയിട്ടല്ലേ വീട്ടിൽ പോവാം. ചെളിയൊക്കെ ആയി കേട്ടാ. മഴയൊന്നും ചെളിയാവൂലേ? യാരട്ടെ വിൽസണ്ണൻ നമ്മുടെ രണ്ടാമത്തെ ടയർ നിറച്ചോണ്ടിരിക്കുന്നു. വണ്ടി നാമക്കൽ ഇറങ്ങിയിട്ട് 10 ദിവസമായി. പിന്നെ നമ്മളെ വണ്ടി ലൈലാൻഡ് ഷോറൂമിൽ 10 ദിവസം കിടന്നു. രജിസ്ട്രേഷൻ ചെയ്യാൻ പറ്റാ GPS പ്രോബ്ലം കൊണ്ട് 5 ദിവസം ആറ്റിങ്ങ കിടന്നു. മൊത്തം കിടപ്പ് തന്നെ. ഇനി ഓടി തുടങ്ങണം. ഞാൻ വീഡിയോ കണ്ടോണ്ട് അറിയാവുന്നൊരു വണ്ടി കഴിച്ചു അടിപൊളി ബിരിയാണി. അത് 150 രൂപ, 140. ഫുൾ ബിരിയാണി. പേരെന്താ? അരുൺ. എന്തായിരുന്നു? ഓക്കെ, താങ്ക് യു. കാണാം. 2 ചാക്കി വീതം വെച്ച് കൊടുത്തിട്ടാണ് 2 ടയറും 2 സൈഡിൽ നിന്ന് ഊരി എടുക്കുന്നത്. അപ്പോൾ നമ്മുടെ ഈ ഏകദേശം ഫ്രണ്ടിലുള്ള 2 ആക്സിലിനും ഏകദേശം പണി കഴിഞ്ഞു. 2 എണ്ണം നിറച്ചു. അപ്പോൾ രണ്ടാമത്തെ ആക്സിലിലെ ടയർ ഊരി പൗഡർ അടക്കം ഏകദേശം കഴിഞ്ഞു. അപ്പോൾ പുള്ളിക്കാരൻ ഫുഡ് കഴിക്കുള്ള സമയമായി. ഏകദേശം 3 ടയറോളം നമ്മൾ ഏകദേശം 2 മണിക്കൂറിനകത്ത് തന്നെ പുള്ളിക്കാരൻ തീർത്തു കേട്ടോ. ഒരു 1.5 മണിക്കൂറായല്ലോ. നമ്മൾ ഒരു 12 മണി കഴിഞ്ഞിട്ടാണ് ഇവിടെ വരുന്നത്. 12-12:30 ആയപ്പോഴാണ് വന്നത്. ഏകദേശം 1-2 മണിയൊക്കെ ആയപ്പോഴത്തേക്കും പുള്ളിക്കാരൻ 4 ടയർ ഒറ്റയ്ക്ക് ഊരി പൗഡർ അടിച്ച് തിരിച്ച് റീഫിൽ ചെയ്ത് തരുന്നുണ്ട്. അപ്പോൾ നമുക്ക് വണ്ടി ഒന്ന് തിരിച്ചിട്ട് കൊടുക്കാം. അപ്പോൾ പുള്ളിക്കാരനകത്ത് കുറച്ചും കൂടെ സൗകര്യമായിരിക്കും. അപ്പോൾ ആ സൈഡിനകത്ത് വെള്ളക്കെട്ട് കിടക്കുക. അപ്പോൾ അവിടെ ഊരാൻ വലിയ പാടാന്ന് പറഞ്ഞു. നമുക്ക് വണ്ടി ഒന്ന് സ്റ്റാർട്ട് ചെയ്തിട്ട് ആ പമ്പിൽ കൊണ്ടുപോയി വണ്ടി തിരിച്ചുകൊണ്ട് വന്നിട്ടേ ബാക്ക് ഈ സൈഡ് വരെ നമുക്ക് ഇട്ട് കൊടുക്കാം. അപ്പോൾ പുള്ളിക്കാരനും വെള്ളക്കെട്ടിൽ നിന്ന് പണിയേണ്ട ആവശ്യം വരും. ഓക്കെ, അപ്പോൾ ടയറൊക്കെ നിറച്ചിട്ട് വണ്ടി ഒന്ന് വളയ്ക്കാൻ വേണ്ടി പെട്രോൾ പമ്പിൽ കയറ്റി. അപ്പോൾ അവർ വണ്ടിയെല്ലാം പിടിച്ച് നിർത്തി കൊള്ളാം ഓക്കെ അടിപൊളി എന്നൊക്കെ പറഞ്ഞപ്പോഴത്തേക്ക് ഞാൻ വിചാരിച്ചു പിന്നെ എന്തായാലും ഡീസൽ കുറവാണ്, ഡീസൽ അടി അവർക്കൊരു വിഷം വേണ്ട, വണ്ടി കയറ്റിയിട്ട് ഇറക്കി പോകണം എന്നുള്ള വിഷം വേണ്ട. അതുകൊണ്ട് ഞാൻ 5000 രൂപയ്ക്ക് ഡീസൽ അടിച്ച്. എന്തായാലും നമുക്ക് ഡീസൽ ആവശ്യമാണ്, അവർക്കൊരു വിഷം വേണ്ട. അപ്പോൾ ഒന്നാലും നമുക്കൊരു കുപ്പി വെള്ളം കിട്ടിയിട്ടുണ്ട്. അപ്പം തിരിച്ചങ്ങോട്ട് തന്നെ പോവാ. അപ്പോൾ എന്തായാലും നമ്മുടെ ടയർ പണി നല്ല രീതിക്ക് നടക്കുന്നുണ്ട്. നമ്മുടെ ഈ റോഡ് കുറച്ചും കൂടെ അങ്ങോട്ട് പോയാൽ നമുക്ക് റെയിൽവേ സ്റ്റേഷൻ കാണാം. അപ്പോൾ നമുക്ക് കൊല്ലം റെയിൽവേ സ്റ്റേഷനൊക്കെ ഒന്ന് കണ്ടിട്ട് വന്നാലേ അളിയാ. കൊല്ലം റെയിൽവേ സ്റ്റേഷനാണ് അത്? അതങ്ങനെ അല്ല, കൊല്ലം റെയിൽവേ സ്റ്റേഷനിലോട്ട് പോകുന്ന വഴിയാണ് ഇത് എന്ന് പറയുന്നു. അപ്പോൾ ഇവിടെ ആ ഒരു സ്റ്റെപ്പൊക്കെ ഉണ്ടാ പള്ളിയോളെ മലങ്കര ഓർത്തഡോക്സ് സിറിയൻ ചർച്ച്. ഓക്കെ, ഈ പള്ളിക്ക് അടുത്താണ് നമ്മുടെ വണ്ടി കിടക്കുന്നുണ്ട്. അതോ നമ്മളെ വണ്ടി കിടക്കുന്നു ഇവിടെ അടുത്ത അടിപൊളി പള്ളിയുണ്ട്. നമ്മളിങ്ങനെ വെറുതെ നടക്കാനായിട്ട് ഇറങ്ങിയതാണ്. കൊടിമരമൊക്കെ ഉണ്ടല്ലേ? ശരി തന്നെ. നമ്മള് ഇവിടെ ഈ റോഡ് ചെല്ലുമ്പോഴത്തേക്കും റെയിൽവേ സ്റ്റേഷൻ കാണാം എന്നൊക്കെ പറയുന്നു. റെയിൽവേ സ്റ്റേഷൻ അകത്തോട്ട് കയറാനുള്ള ഒരു വഴിയുണ്ടെന്ന്. ഇവിടെ അല്ലേ? അപ്പോൾ കൊല്ലം റെയിൽവേ സ്റ്റേഷനൊക്കെ ഒന്ന് കണ്ടിട്ട് വരാം. നമ്മള് ഇടയ്ക്കിടയ്ക്ക് കാണുന്ന തന്നെ അല്ലേ അളിയാ? ഓ, സ്ഥിരം അങ്ങോട്ട് പോകുന്നു. എന്നാലും ഈ വഴി നടക്കുന്ന കാണാനല്ലേ. ഓ ഗായ്സ്, ട്രെയിൻ വളരെ അടുത്തെത്തി. വേടാ പെട്ടെന്ന് വേടാ. ശക്തിമാൻ അറിയുന്നില്ല പോലീസ്. മാറിക്കോ. ഓക്കെ, നമ്മൾ വന്നപ്പോൾ തന്നെ ട്രെയിൻ വന്നിട്ടുണ്ട്. കൊല്ലം ജംഗ്ഷനിൽ എത്തിയിരിക്കുകയാണ്. നമ്മുടെ വർക്ക്ഷോപ്പിൽ നിന്ന് കുറച്ച് ദൂരം നടന്നതേ ഉള്ളൂ അല്ലേ? ഏതാ ട്രെയിൻ വന്നത്? കേരളത്തിലെ ഏറ്റവും പഴക്കമുള്ള റെയിൽവേ സ്റ്റേഷൻ ഒന്നാണ് കൊല്ലം റെയിൽവേ സ്റ്റേഷൻ. 1904 ഇത് നിലവിൽ വന്നത്. ഈ റെയിൽവേ സ്റ്റേഷൻ ഒരുപാട് ചരിത്ര പ്രാധാന്യമുള്ള നാടാണ് നമ്മുടെ കൊല്ലം. അഷ്ടമുടി കായൽ, അങ്ങനെ
വ്യാപാരങ്ങൾക്ക്, കശുവണ്ടി വ്യാപാരങ്ങൾക്ക് ഒരുപാട് പേര് കേട്ട നാടാണ് കൊല്ലം. ഇതെന്ന് പറയുന്നത് നമ്മുടെ ഇതുവഴി നമുക്ക് ആലപ്പുഴ, കോട്ടയം പോകുന്ന പ്ലാറ്റ്ഫോമിലോട്ടുള്ള ട്രാക്കാണത്. ഈ ലെഫ്റ്റ് സൈഡിൽ കാണുന്നത് നമുക്ക് തമിഴ്നാട്, അതായത് നമ്മുടെ കൊട്ടാരക്കര, ആര്യങ്കാവ്, ചെങ്കോട്ട വഴി താമ്പരം, മധുര അങ്ങോട്ട് പോകുന്ന റൂട്ടാണ് ഈ ഇടത് സൈഡിൽ കാണുന്നത്. അപ്പോൾ ഒരുപാട് പേര് കേട്ട, ഒരുപാട് ചരിത്രങ്ങളുള്ള നാടാണ് കൊല്ലം. ഈ റെയിൽവേ സ്റ്റേഷൻ തന്നെ വളരെ നീളം കൂടിയത്, ഒരുപാട് പ്ലാറ്റ്ഫോമുകളുള്ളതും അങ്ങനെ കുറച്ച് ഇതുണ്ട്. നമ്മൾ കൃത്യമായ അറിവില്ലാതെ പറയണ്ടെന്ന് വിചാരിച്ചിട്ടാണ് ഞാൻ പറയാത്തത്. ഇപ്പൊ എന്തായാലും അളിയാ നമുക്ക് തിരിച്ചു പോകാം. മഴയൊക്കെ തുടങ്ങിയില്ലേ, ചാറ്റിൽ മഴയുണ്ട്. അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും കൊല്ലം ജില്ലയെ കുറിച്ച്, കൊല്ലം റെയിൽവേ സ്റ്റേഷനെ എനിക്ക് അറിഞ്ഞൂടെ. പറയടാ. ആശ്രമം, കൊല്ലം ആശ്രമമായി മൈതാനം ഇപ്പൊ കണ്ട കാര്യം പറയാതെ. ഓക്കെ, കൊല്ലം ആശ്രമം മൈതാനം എനിക്കറിയാം. നമ്മള് വണ്ടിയിട്ട് കറക്കിയ സ്ഥലം. പിന്നെ അപ്പൊ എന്തായാലും നമുക്ക് പോവാം. വേറെ പ്രത്യേകിച്ച് വലിയ കാര്യങ്ങളൊന്നും നമുക്ക് പറയാനില്ല. നമ്മൾ ട്രെയിൻ പറഞ്ഞോളേ. ട്രെയിൻ നമുക്ക് പെട്ടെന്ന് അങ്ങോട്ട് പോവാം. അടുത്ത ട്രെയിൻ വേണ്ട, അതുവഴിയുടെ പറഞ്ഞത് മിനിറ്റിനാണ് ട്രെയിൻ ഓരോ ദിശയിൽ നിന്നും വരുന്നത്. ശരിയല്ല. ഒന്ന് ആലപ്പുഴ റൂട്ട്, ഒന്ന് കോട്ടയം റൂട്ട്, ഒന്ന് നമ്മുടെ താമ്പരം, ചെങ്കോട്ട റൂട്ട്, ഇങ്ങനെ 3 ദിശയിലോട്ടാണ് നമുക്ക് ഇവിടെ നിന്ന് ട്രെയിൻ പോകുന്നത്. നല്ല മഴയാണ്. അങ്ങനെയുണ്ട് കാലാവസ്ഥ. നല്ല അനുയോജ്യമായ കാലാവസ്ഥ. ഇടയ്ക്കിടയ്ക്ക് വെയില്, ഇടയ്ക്കിടയ്ക്ക് മഴ, ഇടയ്ക്കിടയ്ക്ക് കാറ്റ്. ഇപ്പൊ ചെറിയ ചാറ്റിലാണ്. ദൈവത്തിന് പോലും അറിഞ്ഞത് ഏത് കാലാവസ്ഥ. നമുക്ക് വണ്ടിക്ക് അകത്ത് കയറിയുന്നകത്ത് ചൂടെടുത്തുള്ളൂ ഒന്നല്ലേ. നമ്മളങ്ങനെ വണ്ടിയുടെ അടുത്തെത്തി. ഏകദേശം ആ സൈഡ് മിക്കവാറും 4 പവറടിച്ച് തീർന്നു കാണും. നോക്കാം. സൗണ്ടേക്ക് ഒറ്റയ്ക്ക് ഉള്ളതുകൊണ്ടാണ്. ഒരാളും കൂടെ ഒക്കെ ഉണ്ടായിരുന്നെങ്കിൽ ചടപടാ തീർന്നു. പിന്നെ അടുത്ത ലോഡ് എടുക്കണം, അതാണ് അടുത്ത പരിപാടി. ഇന്നത്തോടെ എല്ലാ പരിപാടിയും സൈഡ് പരിപാടികളെല്ലാം തീർക്കുകയാണ്. ഇനി മെയിനായിട്ടൊരു ആഗ്രഹം എന്ന് പറയുന്നത് ഏതെങ്കിലും ഒരു ഗ്രാഫിക്സ് അടിക്കണം. പിന്നെ നെയിം ബോർഡിൽ iBuddy എന്നുള്ളൊരു പേര് നല്ലൊരു ഫോണ്ടിൽ അടിക്കണം. അപ്പോൾ ആർക്കെങ്കിലും നമ്മുടെ സുഹൃത്തുക്കൾ കാണുന്ന ഒരു നല്ലൊരു ഫോണ്ട് ഒന്ന് സജസ്റ്റ് ചെയ്യണം. ഇപ്പം ഞാൻ അടിച്ചിരിക്കുന്നത് ഈ ഒരു രീതിയിലാണ് iBuddy എന്ന് എഴുതിയിരിക്കുന്നത്. ആ ഒരു ഫോണ്ടിലോ അല്ലെങ്കിൽ വ്യത്യസ്തമായ നല്ലൊരു രീതിയിലോ iBuddy എന്നുള്ളൊരു ഫോണ്ട് നമ്മുടെ നെയിം പ്ലേറ്റിൽ വരാൻ പറ്റിയ നല്ലൊരു മോഡലൊക്കെ ഉണ്ടെങ്കിൽ ഒന്ന് അയച്ചു തരിക കേട്ടോ. അപ്പോൾ അത് ഇഷ്ടപ്പെടുകയാണെങ്കിൽ നമുക്ക് അത് തന്നെ ചെയ്യാം. എനിക്ക് അതിന് പ്രത്യേകിച്ച് മോഡലും കാര്യങ്ങളൊന്നും ഇതായിട്ട് സെലക്ട് ചെയ്തിട്ടില്ല. പിന്നെ വണ്ടിക്ക് ചെയ്യാൻ പറ്റിയ വല്ല സ്റ്റിക്കർ വർക്കിങ്ങോ ഗ്രാഫിക്സോ ഫ്രണ്ടും സൈഡും ആയിട്ട് ചെയ്യാൻ പറ്റുന്ന എന്തെങ്കിലുമൊക്കെ ഒരു ഡിസൈനോ മോഡലോ ഉണ്ടെങ്കിൽ, അല്ലെങ്കിൽ ആർക്കെങ്കിലുമൊക്കെ നമ്മുടെ നാട്ടിൽ ട്രിവാൻഡ്രം, എറണാകുളം, കണ്ണൂർ ആ ഭാഗത്ത് ഏതായാലും നമ്മുടെ റൂട്ടിൽ പോകണ ഏത് വഴിക്കായാലും ചെയ്തു തരാൻ പറ്റുന്നവരുണ്ടെങ്കിൽ, അല്ലെങ്കിൽ നല്ലൊരു ഡിസൈൻ കയ്യിലുണ്ടെങ്കിൽ ഒന്ന് അയച്ചു തരിക, അല്ലെങ്കിൽ വിളിക്കുക, മെസ്സേജ് അയക്കുക. നല്ല രീതിയിൽ ചെയ്യണമെന്ന് ആഗ്രഹമുണ്ട്. പറ്റുന്ന കണക്ക് ചെയ്യാം. പക്ഷെ പതുക്കെ ചെയ്യാൻ പറ്റില്ല. എല്ലാം കൂടെ എന്നെ കൊണ്ട് ഒറ്റയ്ക്ക് പറ്റണില്ല. അപ്പോൾ അളിയാ നമ്മൾ ടിന്നർ മേടിച്ചിട്ടുണ്ട്. ടിന്നർ മേടിച്ചിട്ട് കാര്യം എന്താ അളിയാ? ഇത് നോക്ക്, ഇത് നമ്മളെ അണ്ണ പെയിന്റ് അടിച്ച് സെൻസറൊക്കെ അടിച്ച് കവർ ചെയ്ത് ഫുള്ള് പെയിന്റ് അടിച്ച് വെച്ചിരിക്കുകയാണ്. അപ്പൊ നമ്മള് റിവേഴ്സ് ഗിയർ ഇടുമ്പോഴത്തേക്കും ചെവി കിളിയുന്ന സൗണ്ടാക്കി കേട്ടോണ്ടിരിക്കും. അപ്പൊ നമ്മളെന്താ ചെറിയ ടിന്നർ മേടിച്ച് തുടച്ച് നോക്കാം. ചിലപ്പോ ശരിയായാലോ, ശരിയാവുന്നൊരു പ്രതീക്ഷയില്ല, ചിലപ്പോ ശരിയായാലോ. നോക്കാം എന്തായാലും. അത് നടക്കൂ. ഫോണില്ലേ അകത്ത് തുടക്കണോ അല്ലയോ? അകത്താണ് അന്ന് അടിച്ചു കയറ്റിയത്. ഇതെങ്ങനാ എപ്പിടാ പറ്റൂല. കിടിഞ്ഞം പെയിന്റിങ് ആണല്ലേ, അസയ്ക്കാൻ മുടിയാത്ത പെയിന്റിങ്. പറ്റൂ ഒരു വിധത്തിലും നടക്കുള്ള കാര്യമല്ല. പിന്നറിന്റെ പൈസ പോയി കിട്ടിയില്ലേ, സമാധാനായില്ലേ? എന്തൊക്കെയായിരുന്നു ടിന്നർ വെച്ചാ ശരിയാവെന്ന് പറഞ്ഞു. എത്ര കോട്ടടി അടിച്ചത്? ഡബിൾ കോട്ട്, അസയ്ക്കാൻ മുടിയാത്ത പെയിന്റിങ്. അത് പ്രശ്നമില്ലണേ. ഒന്നും പറഞ്ഞ അന്ന് കുഴപ്പമില്ല എന്നാ പറഞ്ഞേ. പക്ഷെ ഓട്ടിക്കുന്നവർക്കാണ് കുഴപ്പം. അല്ല, പെയിന്റ് അടിക്കുന്നവർക്ക് കുഴപ്പമില്ല. ആ അളിയാ എളവണാടാ ഒരു കോട്ട് നഖം വെച്ച വൈക്ക് വന്നു. ഡബിൾ കോട്ട് വെള്ളായിരുന്നടാ. ഇത് അകത്തെ പെയിന്റാ, വെള്ള പെയിന്റാ. ഇതും കൂടെ ഇളക്കിയാൽ നമുക്ക് അകത്തത് കിട്ടും, കുറച്ച് കിട്ടും. 2 കോട്ട അടിച്ചു വെച്ചേക്കോ സെൻസറില്. എന്റെ ഭഗവാനെ, അല്ലെ ഇതിൽ എന്തെങ്കിലും വെച്ച് ചൊരണ്ടിയ സെൻസർ ഇല്ലാതായി പോവും. അറിയാൻ വേളിയാ.
നമുക്ക് പതുക്കെ ഇളക്കി നോക്കാം. സെൻസറിൽ 2 കോട്ട് പെയിന്റ് അടിച്ചു. അന്നത്തെ കാര്യം ചെവികളെ കേൾക്കാൻ പോയത് റിവേഴ്സിട്ട് സാധാരണ എവിടെയെങ്കിലും തട്ടാൻ നേരത്താണ് കിക്കി വേണത്. ഓ കറുപ്പ് വെള്ളയാക്കി. 2 കോട്ടാണ്, 2 കോട്ട് 65 രൂപ. സക്സസ് ആയ ഇല്ലേ എന്ന് ഒരു ഏതാനും നിമിഷങ്ങൾക്കല്ല, ഈ ടയർ മാറിക്കഴിഞ്ഞതിന് ശേഷം അറിയാം. ഓക്കെ, എല്ലാ പണിയും കഴിഞ്ഞ വിൻസെന്റ് അണ്ണ താങ്ക് യു. ഇന്നത്തെ ദിവസം കൊണ്ട് എല്ലാം തീർത്തതിൽ വളരെ സന്തോഷമുണ്ട്. ഓക്കെ, ഒറ്റയ്ക്ക് ഫുൾ ടയർ ഊരി പണി നോക്കിയിട്ടുണ്ട്. 14 വീല് പ്ലസ് സ്റ്റെപ്പിന്. അണ്ണാ ഇത് സ്റ്റെപ്പിനി അല്ലേ? ഇത് സ്റ്റെപ്പിനി ഊരി അണ്ണ. ഏകദേശം ഒരു 5-6 മണിക്കൂറത്തെ പരിപാടി ഉണ്ടല്ലേ? 6 മണിക്കൂർ എടുത്തല്ലേ? നമ്മള് 12 മണിക്കല്ലേ വന്നത്? 12 മണിക്ക് മുമ്പ് വന്നോ? പറഞ്ഞായിരുന്നു. എന്തായാലും പണികളെല്ലാം കഴിഞ്ഞു, സെറ്റായി. നമുക്കിനി അടുത്ത ലോഡ് എടുക്കാം. ഇന്നിനെ ലോഡ് എടുക്കാൻ പോകും. ഇനി എന്തായാലും ലോഡ് കിട്ടത്തില്ല, 6 മണി കഴിഞ്ഞല്ലേ. നാളെ നമുക്ക് ലോഡ് എടുക്കാം. ഇനിയിപ്പോൾ ഉള്ളത് സ്റ്റെപ്പിന് മാത്രമേ ഉള്ളൂ. സ്റ്റെപ്പിന് നമ്മൾ ഊരിയെടുത്തു. ഇനി ലിഫ്റ്റ് ആക്സിലുണ്ട് കേട്ടോ. ലിഫ്റ്റ് ആക്സില് ടയർ എയർ ഫില്ല് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അതും കൂടെ കഴിഞ്ഞാൽ നമുക്ക് വണ്ടി കൊണ്ടുപോവാം. സിമ്പിൾ പരിപാടി, എല്ലാം പെട്ടെന്നായിരുന്നു. പൗഡറൊക്കെ വാരി അടിക്കാൻ തന്നെ. അപ്പോൾ നമ്മൾ വന്ന ഷോപ്പെന്ന് പറയുന്നത് വളരെ അപ്രതീക്ഷിതമായി വന്ന ഷോപ്പാണ്. ടയർ കെയർ, നമ്മുടെ ശാസ്ത്രി ജംഗ്ഷൻ കടപ്പാക്കട, അവിടെയാണ് നമ്മുടെ ഈ ഷോപ്പുള്ളത്. അതായത് നമ്മുടെ ബിഷപ്പ് ജെറോം ഇൻസ്റ്റിറ്റ്യൂട്ടിൻ്റെ ഓപ്പോസിറ്റാണ് കറക്റ്റ് വരുന്നത്. ഭാരത് പെട്രോളിയം പമ്പുണ്ട് ഈ ഒരു ജംഗ്ഷനിലാണ് നമ്മുടെ ഈ ഒരു ഷോപ്പ് വരുന്നത്. നമ്മുടെ അണ്ണൻ വിൻസെൻ്റ് അണ്ണൻ നമുക്ക് നല്ല രീതിക്ക് സപ്പോർട്ട് ചെയ്ത് നല്ല രീതിക്ക് വർക്കൊക്കെ ചെയ്ത് തീർത്ത് തന്നു. ആദ്യം അണ്ണൻ ചിലപ്പോൾ 2 ദിവസം എടുക്കും, ഒരുപാട് പണിയുണ്ടെന്നൊക്കെ പറഞ്ഞാണ്. എന്നിരുന്നാൽ പോലും അണ്ണൻ എളുപ്പത്തിൽ തന്നെ അതൊക്കെ ചെയ്ത് തന്നു. അപ്പോൾ ഇതാണ് നമ്മുടെ ഡിസ്കിൻ്റെ ലോക്കല്ലേ അണ്ണാ? റിങ്. ഇതെന്തായാലും നമുക്ക് അവസാനത്തെ ടയറാണ് അല്ലേ? സ്റ്റെപ്പിന് തീർന്ന്. അപ്പോൾ ഇത് നമുക്ക് ലോക്ക് ചെയ്യുന്നതെന്ന് കാണാം. വലിയ പരിപാടി എന്ന് പറയുന്നത് നമ്മൾ ടയർ ഊരുന്നു, നമ്മുടെ ഡിസ്ക് മാറ്റുന്നു അല്ലേ? ഡിസ്ക് മാറ്റി ട്യൂബ് പുറത്തെടുക്കുന്നു, ടയറിൽ പൗഡർ ഇടുന്നു, അത് കണക്കിന് ട്യൂബിൽ പൗഡർ ഇടുന്നു, തിരിച്ച് കയറ്റുന്നു, എയർ അടിക്കുന്നു, ഡിസ്ക് ഇടുന്നു, ലോക്ക് ചെയ്യുന്നു, തിരിച്ച് നമ്മുടെ ആക്സിൽ കയറ്റുന്നു അല്ലേ? ഇത്ര പരിപാടിയുള്ളൂ. ഇത്ര പരിപാടികളെന്ന് പറഞ്ഞാൽ 6-7 മണിക്കൂറുള്ള പരിപാടി ഉണ്ടായതല്ലേ അണ്ണ? ലാസ്റ്റ് പരിപാടിയാണ് നമ്മുടെ ഡിസ്കിൻ്റെ ലോക്ക്, റിംഗ് ലോക്ക് കറക്റ്റ് ചെക്ക് ചെയ്ത് ഇടുകയാണ്. അപ്പോൾ ആ ഒരു പരിപാടി കഴിഞ്ഞു. ഓക്കെ അല്ലേ? വേസ്റ്റ് തുരുമ്പിച്ച വെള്ളം വീണാണ്, അത് കുഴപ്പമില്ല. ഇത് എത്ര? 150 ആണ്. 150 PSI. നല്ല ടൈം എടുക്കുമല്ലേ എയർ നിറഞ്ഞു വരാനായിട്ട്? കണ്ട് അണ്ണ ചിലപ്പോ 2 ദിവസം എടുക്കുമെന്ന് പറഞ്ഞതാണല്ലേ? ഇത് പെയിന്റ് ഇളകുന്നതല്ലേ? എങ്കിൽ പിന്നെ നമ്മുടെ ബോഡിയിൽ അടിച്ച പെയിന്റ് ഇളവണ്ടേ? എന്തായാലും നമ്മൾ കുറച്ച് വെള്ളം കണ്ടെത്തിയല്ലേ? ഓക്കെ ആയില്ലേ? ഇത് മൊത്തം കറുപ്പടിച്ച് വെച്ചിടണം പെയിന്റ് എണ്ണ. എന്നിട്ട് പറഞ്ഞാൽ പറവാലെ തമ്പി, അതെല്ലാം സഹജന്താന്ന്. ഓക്കെ. ലിഫ്റ്റ് ആക്സിഡന്റ് ടൈറ്റ് ചെയ്യാനായിട്ടാണ്. ഓക്കെ അല്ലല്ലേ, ഇത് കറങ്ങും. തൊടയുണ്ടൊക്കെ പിടിക്കൂ. അതുകൊണ്ട് അണ്ണ ഒറ്റക്കിടന്ന് കയറുന്നുണ്ട്. ഓക്കെ. ലിഫ്റ്റ് ആക്സിഡന്റ് ഇതേ ടയർ ഒന്ന് കറങ്ങാതിരിക്കാൻ വേണ്ടി അണ്ണൻ റാക്ക് പിടിക്കാൻ പറഞ്ഞത്. എന്തായാലും പരിപാടികളെല്ലാം ഉഷാറായി അല്ലേ? നമുക്ക് നാളെ ലോഡ് എടുക്കാം അല്ലേ? അപ്പോൾ ഇതെല്ലാം നമ്മൾ ത്രെഡ് കറക്റ്റായിട്ട് അവർ ഇടുന്നുണ്ട്. അതിനൊക്കെ പിന്നെ ക്രോസിനാണ് അവർ ടൈറ്റ് ചെയ്യുന്നത്. അത് ഏറ്റവും ശ്രദ്ധിക്കേണ്ട കാര്യമാണ്. നമുക്ക് ക്രോസ് ടൈറ്റ് അല്ലെങ്കിൽ ചിലപ്പോൾ നമുക്ക് പണി കിട്ടും, ത്രെഡ് ഡാമേജ് ആകും. അത് മാത്രമല്ല ടൈറ്റ് ആകത്തില്ല, ചിലപ്പോൾ വിഷയങ്ങളൊക്കെ വരും. ക്രോസ് ടൈറ്റ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക്
കറക്റ്റ് ക്രോസ് ടൈറ്റ് ചെയ്യും. ഇത്രയുള്ള പരിപാടി. എന്നാ നീ ഗണ്ണ് കണ്ടിട്ടുണ്ടോ? ഡബിൾ ബാരൽ ഗണ്ണ്. വീണില്ല വീണില്ല. മകളെ എല്ലാ പരിപാടിയും കഴിഞ്ഞ് നമുക്കൊന്ന് വലിയ സഹായം നമ്മൾ ചെയ്ത് കൊടുത്ത് ഇനി എന്താ ഇനി നമുക്ക് ലോഡ് എടുക്കാനായിട്ട് പോകാം. ഇന്നത്തെ പരിപാടി എല്ലാം കഴിഞ്ഞു. ഇന്നത്തെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു വിശ്വസിക്കുന്നു. ലോഡ് എടുക്കുന്ന പുതിയ വീഡിയോ ആയിട്ട് നമുക്ക് അടുത്ത എപ്പിസോഡ് വീണ്ടും കാണാം. ബൈ ബൈ.